റിഹയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓളെ റെഡ് ലെഹങ്കയും ഓളെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള മാനിഫെസ്റ്റേഷനാണിത്. പിന്നെ അങ്ങനെ ഒരു അറ്റയറിൽ ഇന്നോളെ കാണുമ്പോൾ എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഭയങ്കര ഹാപ്പിയാണ്. പിന്നോ വിളിക്കണല്ലോ കണ്ണൊക്കെ Dear Rino, words can't express how I feel right now. I'm so grateful to be able to call you my wife. When life presented you with a choice between everything you have and me, you chose me. I will always be grateful for the love, and I promise you to repay you with all the love in the world. Love you to the moon and back. जो मेरी मंजिलों को जाती है, तेरे नाम की कोई सड़क है ना, जो मेरे दिल को दिल बनाती है, तेरे नाम की कोई धड़क है ना. കുറേ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഞങ്ങളുടെ കല്യാണമാണ്. കുറേ പോരാടി നേടിയൊരു കല്യാണമാണ്. അത്ര ഈസി ആയിരുന്നില്ല അല്ലേ ജേണി എന്ന് പറയുന്നത്. എന്താണ് തോന്നുന്നത്? എന്തായാലും ഓള് കുറേ സഹിച്ചിട്ടുണ്ട് ഈ ഒരു കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തതും കൂടുതൽ സാക്രിഫൈസ് ചെയ്തതൊക്കെ റിഹയാണ്. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ച് ജീവിതത്തിൽ അവളെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. और तेरा है दूसरा, जुड़ सके बीच में कई तड़प है ना, जो मेरी मंजिलों को जाती है, तेरे नाम की कोई सड़क है ना, जो मेरे दिल को दिल बनाती है, तेरे नाम की कोई धड़क है ना. പിന്നെ റിഹയുടെ ലവ് സ്റ്റോറി ഇത് അറിയാത്ത ആരും, ഓളെ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ലവ് സ്റ്റോറി. ഇത് ഇവള് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒരു 2 മണിക്കൂർ എടുക്കാതെ റിഹ അത് തീർക്കാറില്ല. അതെ, മിനിമം ഒരു 2 മണിക്കൂർ എടുക്കാതെ അവൾ ആ സ്റ്റോറി തീർക്കൂല. ആ സ്റ്റോറി എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അപ്പോൾ ഫൈനലി അത് ഇങ്ങനെ ഒരു ഇതിലെത്തി നിൽക്കുമ്പോൾ അതെ, സോ ഹാപ്പി. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് ട്യൂഷൻ സെൻ്ററിൽ നിന്നാണ്. എൻ്റെ സാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് പിന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അങ്ങനെ പരിചയപ്പെട്ട് ഇവിടെ വരെ എത്തി. അന്നൊട്ടും പ്രതീക്ഷയല്ല ഇങ്ങനെയൊക്കെ ആകുന്നില്ലത്. ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു എത്തിയത് അല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. ചെറിയ ഇഷ്ടം ഒക്കെ തോന്നി, എന്നോടത് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ പഠനം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കണം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവൾ പഠിക്കുകയും ചെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇഷ്ടം വിട്ട് കളയാതെ കൊണ്ടുപോയി. അവസാനം എന്നെ ലോക്ക് ചെയ്തു. എന്നോട് പറഞ്ഞു പഠനമൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് തീരുമാനം എന്നുള്ളതാണ് ചോദിച്ചത്. നമുക്ക് പിന്നെ വേറെ മറുപടി ഒന്നുമില്ല. നമ്മൾ അതിന് അത്രയും അവളെ നോ പറയാൻ ഒരു കാരണമല്ല. നല്ല കുട്ടിയാണ്, നല്ല രീതിയിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ നമ്മൾ പിന്നെ യെസ് പറഞ്ഞു.
പിന്നെ ഇവിടെ വരെ എത്തി. ഫൈനലി कायर जो थे वो शायर बने, अब क्या क्या करें ये इश्क में. ना कहते थे कुछ जो लगे खोज में, क्या लफ्ज़ चुने नए आशिक. इश्क में तेरे हैं फैज़ बने, अर्ज़ किया है हमने भी लिखा कुछ तेरे बारे में है. ऐसे तू लगे कि गुलाब है, और ऐसे तू लगे कि गुलाब है. बागों में दिल के खिल के इन फिजाओं में छाए हो है. और वैसे हम तो तेरे ही गुलाम हैं, और वैसे हम तो तेरे ही गुलाम हैं. बादशाह दिल के तेरी बाजी में जो तू चाहे तो. डूबे दिलों की क्या नाव बनूं, मैं खुद तैर पाऊं ना आँखों में. शायर की फितरत में ही डूबना, मैं क्या ही लड़ूं तूफानों से. इश्क में तेरे हैं फैज़ बने, अर्ज़ किया है हमने भी लिखा कुछ तेरे बारे में. ഞങ്ങളുടെ എല്ലാമായ റിഹയ്ക്ക് on her big day we wish you a wonderful marriage ऐसे life. हाथों को संभाले मेरे हाथों में, जब तक नींद ना आए इन लकीरों में बातें